ഹലോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഇതിന്റെ പാർട്ട് 2 ആണ് ഈ ലെസന്റെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് कैश गिनकर ले लिया गया, पिताजी ने रजिस्ट्री के कागजात पर हस्ताक्षर कर दिया. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ആ കടലാസിൽ പിതാജി ഹസ്താക്ഷർ कर दिया. ഹസ്താക്ഷർ എന്ന് പറയുമ്പോൾ സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് मैं जमीन नहीं बेचता हूँ हृदय, ഞാൻ जमीन नहीं बेचता, ഞാൻ നിലല്ല വിൽക്കുന്നത്, ജമീനല്ല വിൽക്കുന്നത്, ബേസ്താഹു ഹൃദയം, മനസ്സാണ് വിറ്റ് കളയുന്നത്. കാരണം ഒരു കൃഷിക്കാരന് പാടം വിറ്റ് വിൽക്കുന്നത് ഒരു ഹൃദയം വിൽക്കുന്ന പോലെയാണ്. अपनी छाती से काटकर जिस पर गिरकर छीले मेरे घुटने, अपनी छाती से काटकर. അപ്പോൾ നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരമെല്ലാം ഉപയോഗിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് ജിസ്പർ ഗിർക്കർ ചിലെ മേരെ കുട്ടനെ. അപ്പൊ ഈ പാടത്ത് പണിയുമ്പോ ജിസ്പർ ഗിർക്കർ, ആ മണ്ണിൽ വീണിട്ട് ചിലെ മേരെ കുട്ടനെ. അപ്പോ ചില്ല എന്ന് പറയുമ്പോ തൊലിയൊക്കെ ഒരിഞ്ഞു പോവുക. അപ്പോ ചിലെ മേരെ കുട്ടനെ. അപ്പം ഈ പാടത്ത് പണി ചെയ്യുമ്പോൾ അതിന് വീണിട്ടും കാലിന്റെ മുട്ടിനെയാണ് കുട്ടനെ എന്ന് പറയുന്നത്. അപ്പൊ ചിലെ മേരെ കുട്ടനെ എന്ന് പറയുമ്പോ അതിന്റെ മുട്ടിന്റെ തൊലിയൊക്കെ പോവുക. അത്രയും പണിയെടുത്തിട്ടുണ്ട് ആ പാടത്ത്. उस धूल और इस रक्त का प्यार मैं बेचता हूँ पानी में डूबी धान की जड़ों की गीली सुगंध. उस धूल और इस रक्त का प्यार मैं बेचता हूँ. അപ്പൊ ആ മണ്ണിന്റെയും ഉസ് ധൂൽ എന്ന് പറയുമ്പോ ആ പാടത്തെ മണ്ണിന്റെയും ഈ ശരീരത്തിലെ ഇസ് രക്ത കാ പ്യാർ, ഈ ശരീരത്തിലെ ചോരയുടെ സ്നേഹം ആണ് ഞാൻ വിൽക്കുന്നതെന്ന് പറയും. ഞാനൊരു സ്ഥലമല്ല വിൽക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയം വിൽക്കുന്നത്, ഞാൻ എൻ്റെ മനസ്സ് വിൽക്കുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ചോരയും ആ മണ്ണും അതിൻ്റെ ഉള്ളിലെ ആ സ്നേഹമാണ് വിൽക്കുന്നതെന്ന് ലേഖ പറയുന്നതാണ് ലേഖക്ക്. बेचता हूँ पानी में डूबी धान की जड़ों की गीली सुगंध. बेचता हूँ, ഞാൻ എന്താ വിൽക്കുന്നത്? പാനിമേ ഡൂബി. പാനിമേ ഡൂബുന്ന എന്ന് പറയുമ്പോ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഞാറ് നടുമ്പോ മുങ്ങിയിരിക്കുമ്പോ ധാൻ കി ജട, അതിന്റെ ആ ഇത് ധാൻ എന്ന് പറയുമ്പോ നമ്മള് വിത്ത് വെക്കുന്ന ഈ ഇത് കൃഷി ചെയ്യുമ്പോഴത്തെ അതിന്റെ റൂട്ട്, ജഡ് എന്ന് പറയുമ്പോ റൂട്ടാണ് അതിന്റെ. അപ്പോ ഈ പാനിമേ ഡൂബി ധാൻ കി ജടോ കി ഗീലി സുഗന്ധ. അപ്പൊ ഈ നമ്മുടെ ഈ ധാന് നമ്മളതിനകത്ത് മണ്ണിനകത്ത് എല്ലാം ഞാറ് നട്ട് എല്ലാം റെഡി ആകുമ്പോ മഴ പെയ്യുമ്പോ വെള്ളം വരുമ്പോ ഒക്കെ ആ റൂട്ടിന് ഒരു ഗീലി സുഗന്ധമുണ്ട്, ഒരു മണമുണ്ട്. ആ മണമാണ് ഞാൻ വിൽക്കുന്നതെന്ന്. ബേസ്താഹും പാനിമേ ഡുബി ധാൻ കി ജടോ കി ഗീലി സുഗന്ധ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ആ വേരിനകത്ത് ആ വെള്ളം വരുമ്പോഴത്തെ ഒരു മണമുണ്ട്, അതിനെയാണ് വിൽക്കുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ സ്ഥലമല്ല വിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോ അത് ഒരു നമ്മളെ ഈ നനവ് വരുമ്പോ ഒക്കെ ഒരു മണമുണ്ട്, അതിനെയാണ് പറയുന്നത് ആ സുഗന്ധ്, ഗീലി സുഗന്ധ്. പെട്രിക്കോർ എന്ന് പറയും അതിന്, ആ മണത്തിന്, നമ്മളാ മണ്ണിന്റെ ആ നനവുള്ള മണത്തിന്. अपनी सांसों से छीनकर मैं पेड़ की तरह कटकर गिरता हूँ. अपनी सांसों से छीनकर, എന്നെ ശ്വാസത്തിൽ നിന്ന് വലിച്ച് ഞാനൊരു പേട് की तरह कटकर गिरता हूँ, ഞാനൊരു മരത്തിനെ മുറിച്ചിട്ട പോലെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയാ. दुनिया के हाट में बेमोल मेघ की तरह बरस कर होता हूँ खाली. दुनिया की हाट में बेमोल, ലോകത്തിന് മുമ്പിൽ ഒരു ബേമോലാണ്, ഒരു വാല്യൂല്ല. പക്ഷെ മേഘ് കി തര ബറസ്കർ ഹോത്താഹും ഖാലി, മേഘിന്റെ പോലെ, മഴയെ പോലെ പെയ്തിട്ട് ഞാൻ ഒരു ശൂന്യമാവാന്ന് അർത്ഥം. തര ബസ്കർ ഹോത്താഹും ഖാലി, ഒരു എംറ്റി ആയിരുന്നു, മഴ പെയ്തിട്ട് തോർന്നു പോയ പോലെ, മേഘങ്ങൾ എംറ്റി ആവുന്ന പോലെ എംറ്റി ആയിരുന്നു ഈ സ്ഥലം വിൽക്കുമ്പോ. അത്ര റിലേഷൻ ആണ് ഈ സ്ഥലവും ആ മനുഷ്യനായിട്ട്. ജമീൻ നെഹി ബേസ്താ ഹും ആഖേ, ഞാൻ സ്ഥലമല്ല വിൽക്കുന്നത്, ഞാൻ എന്നാ വിൽക്കുന്നത് എൻ്റെ കണ്ണുകൾ. ജൽ ഓർ സ്വപ്ന സെ ഭരി ഹുയി,
ജലവും സ്വപ്നവും നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ. അപ്നി ദോ അദദ് ആഖേ. അപ്പൊ ഈ വിൽക്കുന്നത് ഇങ്ങനെ ഈ മേ ജമീൻ നഹി ബേച്ചത. അപ്പോ मैं जमीन नहीं बेचता हूँ आंखें. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ സ്ഥലമല്ല വിൽക്കുന്നേ. ഈ പറഞ്ഞ എല്ലാ കവിതയിനകത്ത് ഞാൻ എൻ്റെ ഹൃദയമാണ് വിൽക്കുന്നത്. ആ മനുഷ്യനും ആ മണ്ണുമായിട്ടുള്ള ആ റിലേഷനാണ്, ആ ശരീരത്തെ ചോരയിലുള്ള സ്നേഹവും ആ മണ്ണുമായിട്ടുള്ള ഒരു റിലേഷനാണ്. മാനത്തുനിന്ന് എല്ലാം മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആകാശം ഒന്നുമില്ലാതെ ആവും. അങ്ങനെയാണ് ഈ സ്ഥലം വിൽക്കുമ്പോൾ. അതേപോലെ എക്സ്പ്ലനേഷൻ എന്താ പറയാ, ജോലർ സ്വപ്ന ഭരി അപ്നി ദോ അതാഖേ. അപ്പൊ ജലും സ്വപ്നവും നിറഞ്ഞിരിക്കുന്ന എൻ്റെ 2 വിലപ്പെട്ട കണ്ണുകൾ പോലെയാണ് ഞാൻ വിൽക്കുന്നത്, അല്ലാണ്ട് അതൊരു സ്ഥലമല്ലാന്ന്. ബേട്ടിക്ക് വിദാ ഹോനെ മേ അഭി 2-4 ദിൻ വക്ത് ഥാ. മോളുടെ ബേട്ടി എന്ന് പറയുമ്പോൾ മോൾക്ക് വിദായി എന്ന് പറയുമ്പോൾ കല്യാണത്തിന്റെ ദിവസത്തിന് ഹോനെ മേ അഭി 2-4 ദിൻ വക്ത് ഥാ. 2-3 ദിവസം ബാക്കിയുണ്ട്. മഗർ പക്ഷേ ജമീൻ കി വിദായി, ഈ സ്ഥലത്തിന്റെ വേർപാട് വിറ്റ് കളഞ്ഞതിന്റെ വിദായി ആജി ഹോരെ, ഇന്ന് തന്നെയാണ് അതിന്റെ ഈ സ്ഥലത്തിന്റെ വിദായി. പിതാജിക്ക് സൂഖ്യ ആസുവോ കോൺ ദേഖ് സക്താ ഹൈ. ഒരു അച്ഛന്റെ സൂഖ്യ ആസു എന്ന് പറയുമ്പോൾ കരയുന്നില്ല, പക്ഷെ മനസ്സിനകത്തെ ആ വിഷമം ആർക്കും കാണാൻ പറ്റത്തില്ല. കോൺ സുൻ സക്താ താ ഉസ്കെ നിശബ്ദ വിലാപോ. ഒന്നും ഇല്ലാതെ ഒരു വിലാപമുണ്ട്, നിശബ്ദമായ ഒരു വിഷമം, മനസ്സിന്റെ അകത്തെ വിഷമം, ആ മനസ്സിന്റെ അകത്തെ കണ്ണീര്, ഇതൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ഈ എന്താ പറയുക, നല്ല മോളെ പോലെ സ്നേഹിച്ച ഈ മണ്ണിനെ വിൽക്കുമ്പോൾ എന്ന് ഒരു മീനിങ് ആണിത് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ മോളുടെ കല്യാണം 4 ദിവസം കഴിഞ്ഞ, പക്ഷെ ഇന്ന് തന്നെ സ്ഥലത്തിന്റെ വിദായി കഴിഞ്ഞു. സ്ഥലത്തിന് വിറ്റ് ആർക്കോ കൊടുത്തു, ആരെയോ കയ്യിൽ കൊടുത്തു. ഇത് രസകരമായ ചാപ്റ്ററായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഏകാംശ ഭാഷ എഴുതിയ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുന്നു. हिंदी के जाने माने लेखक है एकांश श्रीवास्तव। छत्तीसगढ़ के छोटा गांव में सन 1964 को उनका जन्म हुआ था. उनके 3 कविता संग्रह निकले, मेरे दिन मेरे वर्ष उनकी आत्मरचना है. वे केदार सम्मान से सम्मानित है. അപ്പോൾ നല്ല ചാപ്റ്ററായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ